ഹലോ ഫ്രണ്ട്സ്, ഇന്ന് കർണാടക സ്റ്റൈലിലുള്ള ഒരു തക്കാളിക്കറിയാണ് തയ്യാറാക്കുന്നത്. തക്കാളി ഗൊജ്ജു എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് നോക്കി വരാം. ചോറിനൊപ്പം കഴിക്കാവുന്ന ഒരു നല്ല കറിയാണ് കേട്ടോ. അപ്പം നമുക്ക് കറി തയ്യാറാക്കി തുടങ്ങാം. നമുക്ക് തക്കാളിക്കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ചട്ടിയിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ കടുക്, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകം, ഇത്രയും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് പൊട്ടിമൂട്ട് വരട്ടെ. ഇനി നമുക്ക് ഒരു 3-4 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞാണ് ചേർക്കുന്നത്. അതോടൊപ്പം തന്നെ 2 പച്ചമുളക് സ്ലിറ്റ് ചെയ്തും ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയും സവാളയും മുരിഞ്ഞ് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു വലിയ സവാള അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഒരു 2 കറിവേപ്പില, 2 വലിയ തക്കാളി അരിഞ്ഞതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ സമയത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തക്കാളി സവോളയൊക്കെ വെന്ത് വരാനായിട്ട് നമുക്കൊന്ന് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഈ സമയത്ത് നമ്മളിതിലോട്ട് വെള്ളമൊന്നും ചേർക്കുന്നില്ല. തക്കാളി ഒന്ന് നന്നായിട്ട് വെന്തുടഞ്ഞ് വരട്ടെ. അപ്പോൾ നമുക്ക് മൂടി വെച്ചതിന് ശേഷം തീ മീഡിയം ടു ലോയിലേക്ക് മാറ്റാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഈ പരുവം മതി. ഇനി നന്നായിട്ട് നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് സാമ്പാർ പൊടിയാണ്. അപ്പം ഞാൻ 1 ടേബിൾ സ്പൂൺ അളവിലാണ് സാമ്പാർ പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ കായപ്പൊടിയും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്ന വരെ ഒരു 2-3 മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നത്. ഇപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 2 കപ്പ് അളവിലാണ് വെള്ളം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഉപ്പ് പാകമാണെന്ന് നോക്കിയതിന് ശേഷം കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തിളച്ചു തുടങ്ങുമ്പോൾ നമുക്ക് ഇത് അടച്ച് വെച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റോളം നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇതൊന്ന് ഇരുന്ന് വേകട്ടെ. ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. അവസാനമായിട്ട് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. തക്കാളി ഗൊജ്ജു എന്ന കർണാടക സ്റ്റൈൽ തക്കാളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു തക്കാളിക്കറിയാണ്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.